പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകസുതനിലൂടെ പുതിയ ആദത്തെയും മറിയത്തിലൂടെ പുതിയ ഹവ്വായെയും ഞങ്ങൾക്ക് നൽകാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഞങ്ങൾക്ക് രക്ഷ നൽകിയ ഈ പുതിയ മനുഷ്യ കുടുംബത്തിൽ അഭിമാനവും അന്തസ്സുമുള്ള അംഗങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയുടെ വചനങ്ങൾക്കനുസരണം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ആവശ്യമായ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി നൽകണമേ. പരിശുദ്ധ മറിയമേ, കാനായിലെ വിവാഹ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചുവല്ലോ. ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഈ സമൂഹത്തിലെ അംഗങ്ങളെല്ലാം അവിടുത്തെ സുതനായ ഈശോയുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടിയും വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുന്നതിന് വേണ്ടിയും രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടിയും മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടിയും അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യപുത്രിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.